എങ്ങനെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും? അതുപോലെ ഇനി മഴക്കാലം വരുമ്പോൾ എങ്ങനെ നമുക്ക് മഴക്കാല രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില രോഗങ്ങളാണ്. ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഒന്നാമത്തെ ഭക്ഷണം കഴിക്കുന്ന രീതി, രണ്ടാമത്തെ ശരീരത്തിൻ്റെ എക്സസൈസ് ഇല്ലായ്മ, നമുക്ക് കൃത്യമായി വെള്ളം കുടിക്കാത്ത അവസ്ഥ, ഇതൊക്കെ ആയിരിക്കാം നമ്മളെ ജീവിതശൈലി രോഗങ്ങളുമായി ബുദ്ധിമുട്ടിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇന്ന് പ്രമേഹമാണ്. സാധാരണ നമുക്കറിയാം പ്രമേഹം രണ്ട് തരത്തിൽ പ്രമേഹം. മൂന്നാമത്തെ പ്രമേഹം എന്ന് പറയുന്നത് കുട്ടികളിലും കണ്ടുവരുന്നത്, അതുപോലെ ഗർഭിണികളിൽ കണ്ടുവരുന്നതൊക്കെ. അതിൽ ഒന്നും രണ്ടും പ്രമേഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കഴിക്കുന്ന ആഹാരം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, ഇതിനെ നമുക്ക് 100% നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ കൃത്യമായി നമ്മളതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡയബറ്റീസിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഡയബറ്റീസിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ അറിവെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. രണ്ട്, നമ്മൾ എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കാതിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ നല്ല അറിവുണ്ടാവണം. എപ്പോഴൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം. നമുക്കറിയാം, നമ്മൾ പല ആളുകളും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആഹാരം കഴിച്ചാൽ മതി. പക്ഷേ അത് എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് നമ്മുടെ ഭക്ഷണം വായിൽ നിന്ന് തന്നെ നന്നായിട്ട് ചവച്ചരച്ച് നമ്മൾ ഇറക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ. അതൊന്ന് ശീലിച്ചു നോക്കിക്കേ. അതൊന്ന് ശീലിച്ചു നോക്കുമ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് വിട്ടുപോകും. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നല്ല ഡൈജഷനുണ്ട്. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. വെള്ളം ഇന്ന് കടിക്കുന്ന ആളുകൾക്ക് ഇന്ന് വെള്ളം കുടിക്കുന്നത് വളരെയധികം പിശുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ 3.5 ലിറ്റർ വെള്ളം ശരാശരി നമ്മൾ കുടിക്കണം. ജോലി മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, കഠിനാധ്വാനമൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ അതിൽ കൂടുതൽ വെള്ളം കുടിക്കണം. കാരണം എന്താ? അവർക്ക് വിയർപ്പ് കൂടുതലായിരിക്കും, യൂറിനൊക്കെ കൂടുതൽ പോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ധാരാളം വെള്ളം കുടിച്ചേ മതിയാവും. അപ്പോൾ ഈ ഷുഗറിനെ നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മുടെ ജീവിതശൈലിയിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഷുഗർ കംപ്ലൈൻറ്റ്. ഇത് നമുക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവരും പറയും നമ്മൾ പഞ്ചസാര എല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് ചോറ് ഇഷ്ടം പോലെ കഴിക്കും അല്ലേ? പഞ്ചസാര നമ്മൾ ഒഴിവാക്കും. പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് ബേക്കറി സാധനങ്ങൾ ഇഷ്ടം പോലെ കഴിക്കും. ബേക്കറി സാധനം ഇപ്പം നമ്മളറിയാം, ഈ കടകളിലൊക്കെ പോയി നമ്മൾ കഴിക്കുമ്പോൾ പഴംപൊരി, പഞ്ചസാര ഉപയോഗിക്കാത്ത സാധനങ്ങളിന്ന് വളരെ ഇല്ല, വളരെ കുറവാണ്. പഴംപൊരിയിലൊക്കെ ഇഷ്ടംപോലെ പഞ്ചസാര ഉപയോഗിക്കും. അതുപോലെ തന്നെ ബോണ്ട പോലത്തെ സാധനങ്ങൾ ഇല്ലേ, ഇഷ്ടംപോലെ. പൊറോട്ടയ്ക്ക് ടേസ്റ്റ് കൂടും. കടയിൽ പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു വിത്തൗട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ അവർ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ ലേശം പഞ്ചസാര അതിനകത്ത് ചേർക്കും. അപ്പോൾ പഞ്ചസാര അപകടകരമായ ഒരു സാധനം തന്നെയാണ്. അതിനെ നമ്മൾ 100% അവോയ്ഡ് ചെയ്യണം. പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമുക്കറിയാം, പഞ്ചസാര എന്ന് പറയുന്നൊരു വെളുത്ത വിഷമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനെ 100% നമ്മൾ അവോയ്ഡ് ചെയ്യണം, ബോധപൂർവ്വം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഷുഗർ കംപ്ലൈൻ്റ് ഉള്ള ഒരാൾ എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കാതിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം, കൃത്യമായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ നമ്മൾ എക്സസൈസ് ചെയ്യണം.
എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ എളുപ്പം? നമുക്ക് രാവിലെ മോർണിംഗ് വാക്കിൽ രാവിലെ നടക്കുക എന്നുള്ളതാണ് എളുപ്പം. അതാണ്. പക്ഷെ പറ്റുമെങ്കിൽ കൈയൊക്കെ വീശി കാലിൻ്റെ മുട്ടൊക്കെ ഒന്ന് പൊന്തിച്ച് നന്നായിട്ട് നടക്കാൻ വേണ്ടി കഴിഞ്ഞെന്നാൽ ശരീരത്തിൻ്റെ ഓക്സിജൻ ലെവൽ കൂടുതലായിട്ട് കിട്ടും. എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും? ഒന്ന്, നമ്മൾ ഹൃദയപരമായ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ BP, ബ്ലഡ് പ്രഷറൊക്കെ നോർമലാകും. ഓക്സിജൻ ലെവൽ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടും. ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ നമുക്കറിയാലോ, ശരീരത്തിൽ നമ്മൾ നന്നായിട്ട് ബ്രീത്തിങ് എടുക്കുമ്പോൾ ഉള്ളിലുള്ള ടോക്സിക്കൊക്കെ പുറത്തു പോകാൻ, മാലിന്യങ്ങളൊക്കെ പുറത്തു പോകാൻ ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയാണ് എന്ത്? നടക്കുക എന്നുള്ളത്. രാവിലെ നമ്മൾ നടക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 10-20 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ സുന്ദരമായിട്ട് നടക്കുക, നന്നായിട്ട് നടക്കുക. അതിപ്പോൾ ഓടാൻ പറ്റുന്ന ആളുകൾ കുറച്ചൊക്കെ ഓടുക. പ്രായത്തിൻ്റെയൊക്കെ ചെറുപ്പക്കാരൊക്കെ ഓടണം. ഇന്ന് കാരണം എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ കൂടുതലാണ്, അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ കൂടുതലാണ്. അത് ദഹിക്കണ്ടേ? ദഹിച്ച് നമ്മുടെ ശരീരത്തിന് എനർജിയാക്കി മാറ്റണ്ടേ? അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത്, ഇത് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ ഉമിനീരുമായി വായിൽ നിന്ന് തന്നെ ലയിച്ച് നമ്മുടെ ശരീരത്തിൽ എനർജിയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വായിൽ നിന്ന് തന്നെ കടിച്ച് ചവച്ചരച്ച് പതിയെ വളരെ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പ്രമേഹമുള്ളവർ കൂടെ അവർ കുറേശ്ശെ കഴിക്കുന്നത് നല്ലതാണ്. അതായത് 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ കുറച്ച് കഴിക്കുക. പകുതി നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റൊക്കെ കൂടാതെ കുറച്ച് കഴിക്കുക. കൂടുതൽ കഴിക്കാതെ കുറേശ്ശെ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം കാര്യങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനുണ്ട്. ആ ഒരു നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും, ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക, വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നും ആയില്ല, 6-7 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തിനാ? ഇത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യം കഴിഞ്ഞ് മറ്റെന്തുണ്ടായിട്ടും കാര്യമുള്ളൂ, അല്ലേ? ആരോഗ്യമില്ലാത്ത ഒരു ശരീരം എന്ന് പറഞ്ഞത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി എന്തിനു കൊള്ളും? അതുകൊണ്ട് നമ്മൾ 1-ാം സ്ഥാനം നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കണം. അത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പാലിക്കാനുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന മഴക്കാല രോഗങ്ങളെയും അതായത് നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഒന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.